ഒക്ടോബർ മുതൽ സാധാരണ ഗാർഹിക ഊർജ്ജ ബിൽ പ്രതിവർഷം 149 പൗണ്ടായി ഉയരും. ശരാശരി ഗ്യാസും വൈദ്യുതിയും ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രതിവർഷം 1712 പൗണ്ട് ഒക്ടോബർ മുതൽ നൽകേണ്ടി വരും. ഇപ്പോഴത്തെ വിലയെ അപേക്ഷിച്ച് 10% വർധനവ്. ഒക്ടോബർ മുതൽ നിങ്ങളുടെ എനർജി ബില്ലിലുള്ള മാറ്റങ്ങൾ ഇപ്രകാരമാണ്. ഗ്യാസിന്റെ വില 1 കിലോ വാട്ട് അവറിന് 6.24 പെൻസായും വൈദ്യുതി നിരക്ക് കിലോ വാട്ട് അവറിന് 24.5 പെൻസായും പരിമിതപ്പെടുത്തും. പ്രീപേയ്മെന്റ് മീറ്ററുള്ള വീട്ടുകാർക്ക് ഡയറക്റ്റ് ഡെബിറ്റ് ഉള്ളതിനേക്കാൾ അല്പം കുറവ് മാത്രമേ അടച്ചാൽ മതി. 1669 പൗണ്ട്. 3 മാസത്തിലൊരിക്കൽ പണമായോ ചെക്കായ ബില്ലുകൾ അടക്കുന്നവർ കൂടുതൽ പണം നൽകേണ്ടി വരും. 1829 പൗണ്ടാണ് അവർക്ക് അടക്കേണ്ടതായി വരിക. UK-യിലേക്കുള്ള ഹെൽത്ത് സോഷ്യൽ കെയർ മേഖലയിലേക്ക് അനുവദിക്കുന്ന വിസകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി പുതിയ ഔദ്യോഗിക കണക്കുകൾ. ഏറ്റവും പുതിയ UK മൈഗ്രേഷൻ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഹെൽത്ത് സോഷ്യൽ കെയർ വിസകളുടെ ഗ്രാന്റുകളിൽ ഗണ്യമായ കുറവ് വെളിപ്പെടുത്തുന്നു. 2024 ജൂണിൽ അവസാനിച്ച വർഷത്തിൽ പ്രധാന അപേക്ഷകർക്ക് 89,095 ഹെൽത്ത് ആൻഡ് കെയർ വിസകൾ മാത്രമാണ് അനുവദിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 26% കുറവ്. ഏകദേശം 34,000-ഓളം കെയർ വർക്കർ വിസകളാണ് ഈ വർഷം കുറഞ്ഞിരിക്കുന്നത്. 2024 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസ കാലഘട്ടത്തിൽ അനുവദിച്ച വിസകളുടെ എണ്ണം മുൻ വർഷത്തെ ഇതേ കാലയളവിൽ നിന്നും 81% കുറഞ്ഞതായി കാണിക്കുന്നു. ഈ സ്ഥിതിവിവര കണക്കുകൾ കുടിയേറ്റം തടയുന്നതിനായി മുൻ സർക്കാർ ഈ വർഷം കൊണ്ടുവന്ന ഹോം ഓഫീസ് UKVI നിയമങ്ങളിലെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. നിലവിലെ സർക്കാർ ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സ് കുറയുന്നത് UK-യിൽ ഹോം കെയർ കപ്പാസിറ്റി ഇനിയും കുറയാനുള്ള സാധ്യതയാണ് അർത്ഥമാക്കുന്നതെന്ന് ഹോം കെയർ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹോം കെയറിലെ ഇപ്പോഴത്തെ ഒഴിവ് നിരക്ക് 11.5%. ഇത് തൊഴിൽ വിപണിയിലെ ശരാശരിയേക്കാൾ 4 ഇരട്ടി കൂടുതലാണ്. 2040 5,40,000 കെയർ വർക്കർമാരെ അധികമായി ആവശ്യമുണ്ടെന്നാണ് കെയർ ഫോർ കെയർ കണക്കാക്കുന്നത്. ഹോം കെയർ സേവനങ്ങളുടെ അഭാവം കൂടുതൽ ചിലവേറിയ ആരോഗ്യ സേവനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നു. UK-ക്കുള്ളിൽ നിന്നുമുള്ള ഹോം കെയർ റിക്രൂട്ട്മെന്റ് കഠിനമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹോം കെയർ മേഖലയിലെ ബ്രിട്ടീഷ് പൗരന്മാരുടെ എണ്ണം 70,000-ആയി കുറഞ്ഞു. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഈ തൊഴിൽ ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കും. എന്നാൽ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങൾ കാരണം ഇപ്പോൾ ആ റിക്രൂട്ട്മെന്റ് ഏതാണ്ട് നിർത്തിയ നിലയിലാണ്. 2022 7,64,000 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ നെറ്റ് മൈഗ്രേഷൻ വെട്ടിക്കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് മുൻ കൺസർവേറ്റീവ് സർക്കാർ ഈ വർഷം ആദ്യം കൊണ്ടുവന്ന ഇമിഗ്രേഷൻ നിയമത്തിലെ മാറ്റം മൂലം UK-യിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം ഇക്കൊല്ലം കുറഞ്ഞു. 2023 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ 1,86,000 സ്റ്റുഡൻസ് UK-യിൽ പഠിക്കാനെത്തിയപ്പോൾ 2024 ഇതേ കാലഘട്ടത്തിൽ 1,56,800 സ്റ്റുഡൻസാണ് UK-യിൽ പഠിക്കാനായി എത്തിയത്. UK-യിലുള്ളവർക്ക് തന്നെ പരിശീലനം നൽകി അതത് മേഖലയിലെ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കുമെന്നുള്ള ലേബർ പാർട്ടി മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി കെയർ സ്റ്റാർമർ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ UK-യിൽ വന്ന് ജോലി ചെയ്യാമെന്ന് കരുതുന്നവർക്ക് ഇരുട്ടടിയാകും. UK-യിൽ താമസിക്കാൻ അവകാശമില്ലാത്തവരെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമകൾക്ക് 5 വർഷം വരെ തടവും വൻതുക പിഴയും. നിയമനിർമ്മാണത്തിനൊരുങ്ങി ഹോം ഓഫീസ്. UK-യിൽ താമസിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ അവകാശമില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമകൾ ലക്ഷ്യമിട്ട് നിരീക്ഷണം സജീവമാക്കാനൊരുങ്ങി ഹോം ഓഫീസ്. UK-യിൽ തൊഴിലുടമയെ യോഗ്യതയില്ലാത്ത ആളുകളെ ജോലിക്ക് നിയമിച്ചതിന് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ 5 വർഷത്തേക്ക് ജയിലിലേക്ക് അയക്കാനും വൻതുക പിഴ അടയ്ക്കാനും ശിക്ഷിച്ചേക്കാം. ഏകദേശം 60,000 പൗണ്ടാണ് പിഴത്തുകയായിട്ട് അടക്കേണ്ടി വരുന്നത്. ജോലി നൽകിയ ആൾക്ക് UK-യിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുമതിയില്ലാതിരിക്കുക, ചെയ്യാൻ അനുവാദമില്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക, ജോലിക്കെടുക്കുന്നവരുടെ രേഖകൾ അപൂർണമായിരിക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് UK-യിൽ ഒരു തൊഴിലുടമ ശിക്ഷിക്കപ്പെടുന്നത്. UK-യിൽ അനധികൃതമായി കുടിയേറുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹോം ഓഫീസ് നിരീക്ഷണം ശക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആളുകളെ UK-യിലേക്ക് കടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതി ആഭ്യന്തര സെക്രട്ടറി വെയ്റ്റ് കുപ്പർ പ്രഖ്യാപിച്ചിരുന്നു. അഭയാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സംഘടിത ഇമിഗ്രേഷൻ ക്രൈം നെറ്റ്വർക്കുകൾ തകർക്കുമെന്നും വൈറ്റ് കുപ്പർ പറഞ്ഞു. UK-യിൽ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് നടപ്പാക്കാൻ ഉദ്ദേശിച്ച റുവാണ്ട പദ്ധതി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അധികാരമേറ്റ ദിവസങ്ങൾക്ക് ശേഷം മരവിപ്പിച്ചതിനെ തുടർന്നാണ് ഹോം ഓഫീസ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വിദഗ്ധ ഡ്രൈവർമാരെ ജർമ്മനിയിലേക്ക് അയക്കാൻ മഹാരാഷ്ട്ര സർക്കാർ. തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നീക്കത്തിൽ ജർമ്മനിയിലെ ബാഡൻ വൂർട്ടൻബർഗ് സംസ്ഥാനമാണ് ഇത്തരമൊരു നീക്കത്തിലൂടെ വിദഗ്ധരായ ഡ്രൈവർമാർക്കായി മഹാരാഷ്ട്ര സർക്കാരുമായി കൈകോർക്കുന്നത്. ഡ്രൈവർമാർക്ക് വാർഷിക വരുമാനമായി 30 ലക്ഷം രൂപ ലഭിക്കും. ഈ വർഷം ആദ്യം ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ റിക്രൂട്ട്മെന്റിന് വഴിയൊരുങ്ങുന്നത്. ഡ്രൈവർമാർക്ക് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം ആവശ്യമുള്ളതിനാൽ സർക്കാർ ഭാഷാ പരിശീലനവും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കും. ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ജർമ്മനിയിലും ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള മലയാളിയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ഉദാഹരണം കാട്ടി UK-യിൽ നിന്നുള്ള ഒരു മലയാളിയുടെ FB പോസ്റ്റ്. ഇംഗ്ലണ്ടിൽ അച്ചായമാർ എന്ന FB പേജിൽ UK മലയാളിയായ നിബിൽ തൈലക്കുടിയുടെ പോസ്റ്റ് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ജീവിതത്തെ ആകെ പിടിച്ചുലച്ചൊരു യാത്ര. എല്ലാ വർഷവും സമ്മറിൽ UK-യിൽ എത്തുന്ന ഞങ്ങളുടെ അമ്മ ശോഭ ദാമോദരൻ
ഈ വർഷം ഓഗസ്റ്റ് 8 കൊച്ചി ടു മാഞ്ചസ്റ്റർ യാത്ര പുറപ്പെടുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദ വഴിയാണ് യാത്ര. ഉച്ചയ്ക്ക് 1 മണിക്ക് അമ്മയെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിലെത്തിയ ഞങ്ങൾ ഏറെ നേരം കാത്തുനിന്നിട്ടും അമ്മയെ കണ്ടില്ല. തുടർന്നൊരു സുഹൃത്ത് വഴി എയർപോർട്ട് ഓഫീസർമാരി സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ ആ നടക്കുന്ന വാർത്തയറിഞ്ഞത്. അമ്മ ആ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. കൊച്ചിയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് 50 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു. തിരക്കായത് കാരണം ട്രാൻസിറ്റ് ടൈമിൽ വിളിക്കാൻ പറ്റിയില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. തുടർന്ന് അമ്മയുടെ ഫോണിൽ ട്രൈ ചെയ്തെങ്കിലും സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. സൗദി എയർലൈനുമായി കോൺടാക്ട് ചെയ്തെങ്കിലും തൃപ്തികരമായ ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. തുടർന്ന് സൗദിയുള്ള ചില ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തെങ്കിലും കാര്യമായ ഒരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല. ജിദ്ദയിലെത്തി 10 മണിക്കൂറായിട്ടും കോൺടാക്ട് ചെയ്യാതായപ്പോൾ കാര്യമായ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്ത് ചെയ്യും ഇനി ആരോട് ചോദിക്കും അറിയില്ല. സൗദി പോലീസിനെയും എയർപോർട്ടിനെയും കോൺടാക്ട് ചെയ്തെങ്കിലും എയർലൈൻസുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശം മാത്രമാണ് ലഭിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഓർമ്മിക്കാൻ കൂടി വയ്യ. അങ്ങനെ ഞാനും വൈഫ് അനുവും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ അമ്മ മിസ്സിംഗ് ആയ വിവരം അറിയിച്ച് പോസ്റ്റ് ഇടുന്നു. പോസ്റ്റ് അപ്രൂവ് ആയി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജുകൾ വന്നു നിറയാൻ തുടങ്ങി. എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവർ, സൗദിയിൽ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, സൗദിയിലെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നവർ, മുൻപേ സൗദിയിൽ വർക്ക് ചെയ്തിരുന്നവർ, അങ്ങനെ. ഇതിൽ വന്ന ഒരു വോയിസ് നോട്ട് ഇങ്ങനെയായിരുന്നു: നിബിനെ, നീ വിഷമിക്കേണ്ട, അമ്മ സൗദിയിൽ എവിടെയുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കും. കേരളത്തേക്കാൾ കൂടുതൽ മലയാളികളുള്ള നാടാണിത്. 500-ൽ കൂടുതൽ മെസ്സേജുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അടുത്ത മണിക്കൂറിൽ അമ്മ എയർപോർട്ടിൽ തലകറങ്ങി വീണെന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും അറിയുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു വീഡിയോ കോൾ വരുന്നു. അമ്മ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സ് ജിദ്ദയിലാണുള്ളത്. അടുത്ത സെക്കൻഡിൽ എൻ്റെ വൈഫ് പൊട്ടിക്കരയുന്നതാണ് ഞാൻ കണ്ടത്. ഒരു ദിവസം മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്ന അമ്മ സിവിയർ ന്യൂമോണിയയും കാർഡിയാക് ഇഷ്യൂസുമായി വെന്റിലേറ്ററിൽ ICUവിൽ കിടക്കുന്നു. വിശ്വസിക്കാനായില്ല. ഒരു ദുസ്വപ്നം കാണുന്നതാകണേ എന്ന് പോലും ആഗ്രഹിച്ചു പോയി. എത്രയും പെട്ടെന്ന് സൗദിയിലെത്തുക എന്നത് മാത്രമായിരുന്നു അടുത്ത ലക്ഷ്യം. സൗദിയിലെ നവോദയ സംഘടന ഞങ്ങളുമായി ബന്ധപ്പെടുന്നു. ഹോസ്പിറ്റലിനടുത്ത് ഞങ്ങൾക്കൊരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നു. പിറ്റേന്ന് ഞാനും മനുവും അതിരാവിലെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഞങ്ങളെ കാണാനും ആശ്വസിപ്പിക്കാനും ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉറക്കം പോലും കളഞ്ഞ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അമ്മയെ കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. ശരിക്കും മനസ്സ് തകർന്നുപോയി. പിന്നീട് അങ്ങോട്ട് 8 ദിവസം വെന്റിലേറ്ററിൽ. ആരോഗ്യനില മാറിയും മറിഞ്ഞിരിക്കുന്ന സമയം. ആശ്വസിപ്പിക്കാനും വിവരങ്ങൾ തിരക്കാനും സുഹൃത്തുക്കളും ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫും. 9-ാം ദിവസം വെന്റിലേറ്റർ മാറ്റുന്നു. പിന്നീട് 2 ദിവസം ICU ഒബ്സർവേഷനിൽ. ആരോഗ്യനില മെച്ചപ്പെടുന്ന ദിവസങ്ങൾ. ഇതിനിടയിൽ അമ്മയുടെ പാസ്പോർട്ടും മറ്റും കണ്ടെത്താനുള്ള ശ്രമമായി. സൗദി പോലെയുള്ള രാജ്യത്ത് അതത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് വഴി സെൻട്രൽ മിനിസ്റ്റർ ശ്രീ സുരേഷ് ഗോപിയെ ബന്ധപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൗൺസിലേറ്റ് ഒഫീഷ്യൽ ഫ്രം കൗൺസിലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഞങ്ങളെ ബന്ധപ്പെടുന്നു. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ വന്ന് കാണുന്നു. ഹോസ്പിറ്റലിൽ നിന്നും പാസ്പോർട്ടും ഗോൾഡും റിലീസ് ചെയ്തു തരുന്നു. നഷ്ടമായ മറ്റ് പേഴ്സണൽ ഐറ്റംസ് കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കുന്നു. എംബസിയുടെ ഭാഗത്തു നിന്നും ഏത് സാഹചര്യത്തിലും കോൺടാക്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ കൂടി തന്നിട്ടാണ് പോയത്. മിനിസ്റ്റർ എന്നും അമ്മയുടെ ആരോഗ്യ വിവരം തിരക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. 2 ദിവസത്തെ ICU ഒബ്സർവേഷന് ശേഷം അമ്മയെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നീടുള്ള 4 ദിവസം വാർഡിൽ. അപകടനിലയെല്ലാം തരണം ചെയ്ത് പഴയതുപോലെ ആകുന്ന ദിവസങ്ങൾ. വാർഡിലെ കൂടുതൽ വിസിറ്റിംഗ് ടൈമും സുഹൃത്തുക്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റിങ്ങും അമ്മയുടെ സ്പീഡി റിക്കവറിക്ക് സഹായിച്ചു. അങ്ങനെ നീണ്ട 14 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും പ്രയത്നത്തിനും കാത്തിരിപ്പിനും ശേഷം അമ്മയുമായി ഞങ്ങൾ ഓഗസ്റ്റ് 21 നാട്ടിലേക്ക് മടങ്ങി. ഷീസ് ഓക്കെ നൗ, താങ്ക് യു ഗോഡ്. ഈ 14 ദിവസം ഞങ്ങളെ സഹായിച്ചവരെ, ആശ്വസിപ്പിച്ചവരെയൊന്നും ഞാൻ ഇതിനു മുമ്പ് അറിയുന്നവരല്ല. ഒരു പോസ്റ്റ് കണ്ട് ഞങ്ങളുടെ മനസ്സറിഞ്ഞു വന്ന് സഹായിച്ചവരാണ്. അമ്മയെ നോക്കിയ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനും നവോദയ അംഗങ്ങൾക്കും, സുരേഷ് ഗോപി സാർ, ജിദ്ദയിലെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ മറ്റു ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ പോസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഹായിച്ച എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു ഓൾ. കൂടുതൽ UK വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.